പാല് കൊടുത്ത കൈക്ക് കഴിഞ്ഞ കൊത്തുക. അതാണിപ്പോൾ PVRും സിനിപോളിസും ഒക്കെ എമ്പുരാൻ എന്നുള്ള സിനിമയുടെ ടിക്കറ്റ് പ്രൈസിങ് വെച്ച് ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, ബുക്ക് മൈ ഷോയോ അല്ലെങ്കിൽ PVRൻ്റെയോ ഇനോക്സിൻ്റെയോ സിനിപോളിസിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഒരു ആപ്പ് ഒന്ന് എടുത്ത് നോക്ക്. സൂപ്പറാണ് ടിക്കറ്റ് പ്രൈസിങ് ഒക്കെ. ഭല്ലേ ബെഷ്. ഇങ്ങനെ തന്നെ വേണം കസ്റ്റമേഴ്സിന് മുതലെടുക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഗംഭീരമായ ഒരു സംഭവമായിപ്പോയി. ഞാനൊന്ന് നിങ്ങളെ പ്രൈസ് ഓരോന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം തന്നെ എമ്പുരാൻ്റെ ഐമാക്സിൻ്റെ ടിക്കറ്റ് പ്രൈസാണ് കേട്ടോ. രാവിലെ 9 മണിക്ക് ബുക്കിംഗ് വരുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബുക്കിംഗ് വന്നു. രാവിലെ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്കെഡ്യൂൾ പ്രകാരം കൊച്ചി സിനിപോളിസ് ഐമാക്സ് ലേസർ ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയായിരുന്നു ആദ്യം. രാവിലത്തെ ഷോയിന് ശേഷം ബാക്കിയെല്ലാം 550. ഇപ്പം എത്രയാണെന്നറിയാവോ? 900 രൂപ. എന്നിട്ടും സോൾഡ് ഔട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറ്റം പറയാൻ വരട്ടെ, ട്രിവാൻഡ്രത്തുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സീനോൺ പ്രൊജക്ഷനോടുകൂടിയുള്ള ഐമാക്സ് എന്ന് ഞാൻ കരുതുന്ന തിയേറ്ററിലെ ടിക്കറ്റ് റേറ്റും ഇത് തന്നെ. സൂപ്പർ, വേറെ ലെവൽ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ പറയും, ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഐമാക്സ് ഒന്നും വേണ്ട, നമ്മൾ PXL കാണാമെന്ന്. PXL പ്രൈസ് എത്രയാണെന്ന് അറിയാമോ? ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കൊച്ചി ഫോറമുള്ള PXL പ്രൈസ്. സന്തോഷമായില്ലേ? 1200 രൂപ, 900 രൂപ. ഇത് വെച്ച് നോക്കുമ്പോൾ ഐമാക്സിൽ ഭേദം. അറ്റ്ലീസ്റ്റ് അവർ DMR ചെയ്ത കണ്ടൻറ്റെങ്കിലും ഉണ്ടെന്നത്. ഇനി വേറൊരു മികച്ച ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ഐമാക്സ് ആയിക്കോട്ടെ PXL ആയിക്കോട്ടെ, ഇതെല്ലാം ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. ഞാൻ പറയുന്നത് ഫോറമോളുള്ള PXLൻ്റെ കാര്യമാണ്. ഇന്ത്യയിൽ മറ്റ് ഇടങ്ങളിൽ കുറച്ച് PXL ഉണ്ട്, അവിടെയൊക്കെ സ്കോപ്പ് റേഷ്യോ PXL ആണ്. ഇപ്പോൾ ബാംഗ്ലൂർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്കോപ്പ് റേഷ്യോ സ്ക്രീനുള്ള PXL ആണ്. ഞാൻ പറയുന്നത് ഫോറമോളിലുള്ള ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ 1.85:1 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുള്ള ഫോറമോളിലുള്ള സ്ക്രീനിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ടിക്കറ്റ് പ്രൈസാണ് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത്. 1200 രൂപ, 900 രൂപ കേട്ടോ. അവിടെയും ഐമാക്സ് വിത്ത് ലേസർ കൊച്ചി ആയാലും കോയമ്പത്തൂരായാലും അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് സിനോൺ പ്രൊജക്ഷനുള്ള ട്രിവാൻഡ്രം ഐമാക്സ് ആയാലും എല്ലായിടത്തും ഹെവി ആയിട്ട് തിക്കായിട്ട് വേറെ ലെവലിൽ ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. ഇങ്ങനൊരു ടെസ്റ്റ് കൂടെ പറഞ്ഞുതരാം. കൊച്ചിയിലുള്ള ഫോറമോളിലുള്ള PXLൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 54 അടിയാണ്. കൊച്ചിയിലുള്ള ഐമാക്സ് വിത്ത് ലേസറിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 52 അടിയാണ് ഡയഗണലി. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇതാണ് ഈ സിനിമ PXLലോ ഐമാക്സിലോ കാണുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ബ്ലാക്ക് ബാർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു സിനിമയുടെ ആ ഒരു അളവുണ്ടല്ലോ, അതൊന്ന് അളന്ന് നോക്കിയേ. അത് ചിലപ്പോൾ സാധാരണ തിയേറ്ററിൽ 33 അടിയിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ കാണുന്ന എഫക്റ്റേ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ 54 അടിയും 52 അടിക്കൊക്കെ പൈസ കൊടുത്തിട്ട് അവിടെ ചെന്ന് കാണുമ്പോൾ ആകെ സിനിമ ഉള്ളത് ആ അളവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ തിയേറ്ററിൻ്റെ അളവുണ്ടാവുള്ളൂ. അതൊന്ന്. ഇത് കൂടാതെ അപ്പോൾ നിങ്ങൾ ശരിക്കും മറ്റേ ട്രിവാൻഡ്രത്തുള്ള ഇത് ഭേദമൊന്ന്. ഇത് തന്നെയാണ് അവസ്ഥ. കാരണം അവിടെ 70 അടിയോളം ഉണ്ട്. എന്നാലും സിനിമ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എത്ര അടി ഉണ്ടാവും? ഏരീസിൽ സിനിമ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ 70-something അടി ഉണ്ടെങ്കിൽ അത് ഏകദേശം നിറഞ്ഞിരിക്കും. മുകളിലടി സ്ലൈറ്റ് ബ്ലാക്ക് ബാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സിനിമ കുറച്ചുകൂടി വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെയോ അങ്ങനെയല്ല. ഇത് റിയാലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏരീസിലെ ടിക്കറ്റ് പ്രൈസ് എന്താ? അവിടുത്തെ എനിക്ക് ഏറ്റവും കൂടിയ ടിക്കറ്റ് പ്രൈസ് 440 ഒന്നുണ്ട്, മറ്റേ ഏറ്റവും മുകളിലത്തെ സീറ്റിങ്ങിന്. ആ സീറ്റ് 2 കൊടുക്കുന്ന പൈസയാണ് ഇപ്പോൾ ഒരു ഐമാക്സിൽ കൊടുക്കേണ്ടി വരണം, അല്ലെങ്കിൽ PXL കൊടുക്കേണ്ടി വരണത്. ഇതിനാ മുതലെടുപ്പ് എന്നാണ് എനിക്ക് പറയാൻ തോന്നണത്. ഞാനങ്ങനെ പറയും. കാരണം ഒരു മര്യാദ വേണ്ടേ കസ്റ്റമേഴ്സിനോട്? എന്തെങ്കിലും ഒരു വില ഉണ്ട്. ഇന്ന് ഞാൻ PXL മറ്റൊരു സിനിമ സ്നോ വൈറ്റ്, അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് 170 രൂപ. ഇതേ തിയേറ്ററിൽ ഇതേ സീറ്റ് ഇതേ സംവിധാനം ഇതൊക്കെ തന്നെയാണ്. ഡിഫറൻറ്റ് സിനിമ അടുത്ത ആഴ്ച കാണാൻ പോണത് 900 രൂപ. ഐമാക്സിൽ രാവിലെ 10:30 എനിക്ക് ഷോ ഉണ്ടായിരുന്നു. അതിലും ആയിരുന്നു ഞാൻ പോകേണ്ടത്. ആ ഷോ കുറേ നേരത്തേക്ക് കാണാണ്ടായിരുന്നില്ല, അത് ക്യാൻസൽ ചെയ്തെന്നുള്ള അവസ്ഥയായിരുന്നു. എനിക്കതുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞ്
30 കഴിഞ്ഞപ്പോഴേക്കും ആ ഷോ വീണ്ടും റീലിസ്റ്റ് ചെയ്ത്. പക്ഷേ തിയേറ്ററിൽ ആരുമില്ല. ഞാൻ കാണിച്ചു തരാം. അതെ, അവർ മറ്റേ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന സീറ്റല്ലാതെ വേറെ ആരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഷോയ്ക്ക് പോകാനും പറ്റിയില്ല ഐമാക്സിൽ. എന്താണ് പറയേണ്ടത്? രാവിലെ 7 മണി തൊട്ട് ഇരിക്കുന്നതാണ് ഇതിൻ്റെ മുന്നിൽ. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഞാൻ പറയട്ടെ. ഈ സിനിമ വളരെ കുറഞ്ഞ ബ്ലാക്ക് ബാറോടുകൂടി കാണാൻ പറ്റുന്നത് 4K ലേസർ അറ്റ്മോസ് സംവിധാനം എക്വിപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പറഞ്ഞ 4K ലേസർ സംവിധാനവും അറ്റ്മോസ് സ്ക്രീനും ഉള്ള ഒരു സ്ക്രീൻ സെലക്ട് ചെയ്ത് പോയാൽ ഇത്രയും പൈസയും കൊടുക്കേണ്ടി വരില്ല. 200 രൂപയിൽ പരിപാടിയും തീരും. ഇഷ്ടമുള്ള സ്നാക്സും മേടിക്കുക, ഓവർ പ്രൈസ്ഡ് പോപ്കോണും മേടിച്ച് ഓട്ട വീഴേണ്ട പോക്കറ്റിൽ. ഇതാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പറഞ്ഞ ബ്രാൻഡുകളെ തന്നെ ഞാൻ തന്നെ കഴിഞ്ഞ പോലെ എന്തോരം സിനിമ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ തിരിച്ചു കിട്ടിയത് എൻ്റെ അണ്ണാക്കിലാണെന്നുള്ള അവസ്ഥയാണ്. ഇവരെല്ലാവരും വൻ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയൊന്നുമല്ല, വേറെ ലെവൽ രീതിയിൽ മുതലെടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഭയങ്കരമായിട്ട് മുതലെടുക്കുന്നതായിട്ട്. ഈ ഒരു ലാലേട്ടൻ്റെ സിനിമ ഇത് IMAX 70mm തിയേറ്ററിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 15:70 പെർഫറേഷൻസ് ഫിലിമിലെടുത്ത സിനിമയൊന്നും അല്ല. ഇതൊരു IMAX സർട്ടിഫൈഡ് ക്യാമറ വെച്ചെടുത്തതാണ്. അതായത് ചില ക്യാമറകൾക്ക് IMAX സർട്ടിഫിക്കേഷൻ കൊടുക്കും. 1.43:1 വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾക്കോ അല്ലെങ്കിൽ 1.90:1 റേഷ്യോയിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ. അപ്പോൾ ചില ആൾക്കാരുടെ വിചാരമുണ്ട് ഈ സിനിമയൊക്കെ IMAX വരുമ്പോൾ സൂം ചെയ്തിടുന്നു. ഒന്നുമില്ല, മുകളിലും അടിയിലും ബ്ലാക്ക് ബാർ ഉണ്ടാവും. ഈ റേഷ്യോയിൽ അൾട്രാ വൈഡ് 2.80:1 റേഷ്യോയിൽ എടുത്തിരിക്കുന്ന ലൂസിഫറും എമ്പുരാനൊക്കെ IMAXിൽ കൊണ്ടുപോയിട്ട് ഞാൻ മുകളിലും അടിയിലും കനത്ത ബ്ലാക്ക് ബാർ ആയിരിക്കും. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്സിയിലുള്ള എപ്പിക് സ്ക്രീനില്ലേ, ബ്രോഡ്വേയിലൊക്കെയുള്ള എപ്പിക് സ്ക്രീൻ ക്യൂബിൻ്റെ, അവരുടെ എപ്പിക് സ്ക്രീൻസിലും IMAXിലും കുറച്ച് എൻഹാൻസ്മെൻറ്റ്സ് ചെയ്യും. IMAXിൻ്റെ പോപ്പുലറായിട്ടുള്ള എൻഹാൻസ്മെൻറ്റ് രീതിയാണ് ഈ പറഞ്ഞ DMR എന്ന് പറഞ്ഞ പ്രോസസ്സ്. അത് ഭയങ്കര അടിപൊളിയായിട്ട് അവർ പൊതുവേ ചെയ്യാറുണ്ട്. അതിൽ പോലും എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വളരെ മോശം അനുഭവം ഉണ്ടായി. അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു സിനിമ കാണാൻ കൊച്ചി IMAX വിത്ത് ലേസറിൽ പോയപ്പോൾ വിഷ്വൽസ് വളരെ നന്നായിരുന്നെങ്കിലും ഓഡിയോ സാംസങ്ങിൻ്റെ LED സ്ക്രീൻ പോലെ ഫ്ലാറ്റ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അത്ര ശോകമായിരുന്നു, വൻ ശോകം. അതെൻ്റെ കൂടെ കണ്ട രാഹുൽ ആയിക്കോട്ടെ മറ്റ് പല ആൾക്കാരും അതേ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നോട് ഷെയർ ചെയ്തത്. വൻ ശോകമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പക്ഷേ ആ സിനിമ ഭാഗ്യത്തിന് വെറും 130 സംതിങ് രൂപ കൊടുത്താണ് കണ്ടത് ഓഫറുകൾക്ക് ശേഷം. അതുകൊണ്ട് വലിയ സങ്കടം തോന്നിയില്ല. പിന്നെ വിഷ്വൽ നല്ല അടിപൊളിയായിരുന്നു. ഇത് കൂടാണ്ട് രാവിലെ ഞങ്ങൾ മറ്റൊരു സിനിമ വേറെ ലെവൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, വന്ന പ്രിൻറ്റിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ IMAX DMR ചെയ്ത എല്ലാ കണ്ടൻറ്റും വേറെ ലെവലാണോയെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എമ്പുരാൻ എന്നുള്ള സിനിമ IMAX പോയി കണ്ടിട്ടേ അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ DMR ചെയ്തെന്ന് വെച്ചിട്ട് വേറെ ലെവലാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എൻ്റെ ഈ ഒരു അനുഭവത്തിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ സിനിമ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ്. ഇത്രയും നാളും ഒരുപാട് IMAX സിനിമകൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 25ഓളം സിനിമകൾ IMAXിൽ കണ്ടിട്ടുണ്ട്, പല IMAXകളിൽ, ഇന്ത്യക്കും പുറത്തുമായിട്ടൊക്കെ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ്. ആദ്യമായിട്ട് DMR ചെയ്ത ഒരു IMAX സിനിമ കണ്ടിട്ട് വളരെ മോശം അനുഭവം ഉണ്ടായി. സൗണ്ടിൻ്റെ കേസിൽ വളരെ ഫ്ലാറ്റായിട്ട് തോന്നിയ ഒരു അവസ്ഥ. ഇതേ സിനിമ മറ്റൊരു വെന്യൂവിൽ ഞാൻ കണ്ടിരുന്നു. ആ വെന്യൂയുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിത്ത് പ്രൂഫ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാം. വളരെ ശോക അവസ്ഥയായിരുന്നു. IMAXിൽ നിന്നും പ്രതീക്ഷ ഔട്ടും കിട്ടിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് അയച്ചു നോക്കിയാൽ എനിക്ക് 130 രൂപ കൊടുത്ത് കണ്ടിട്ട് പോലും ഡിസപ്പോയിൻമെൻറ്റ് വന്നെന്നുള്ള കാര്യത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് ഈ 900 രൂപയൊക്കെ കൊടുത്തിട്ട് കണ്ടു കഴിയുമ്പോൾ വല്ല ഡിസപ്പോയിൻ്റ് ആയുള്ള അവസ്ഥ. ഡിസപ്പോയിൻ്റ് ആയാൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആവരുത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നല്ല രീതിയിൽ DMR ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കും, അല്ലെങ്കിൽ നല്ല രസമായിരിക്കും. ഇതൊക്കെ കൂടാതെ മറ്റ് ചില ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. നിങ്ങളൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓരോ തിയേറ്ററിൻ്റെ ടൈറ്റിലിൽ 4K ലേസർ അറ്റ്മോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തിയേറ്റർ, ബുക്ക് ചെയ്യുന്ന തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ, ചിലപ്പോൾ ചില തിയേറ്ററുകളിൽ ഇപ്പോൾ VB സിനിമാസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ 2 തിയേറ്ററിലാണ് അറ്റ്മോസ് ഉള്ളത്. അതിൽ ഒരു തിയേറ്ററിലാണ് ലേസർ ഉള്ളത്, ബാക്കി 2ഉം സീനോൺ പ്രൊജക്ഷനാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏതിലാണ് ലേസർ പ്രൊജക്ഷൻ ഉള്ളത്, ഏതിലാണ് അറ്റ്മോസ് ഉള്ളത് നോക്കി സെലക്ട് ചെയ്തില്ലെങ്കിൽ സ്ക്രീൻ മാറിപ്പോയി കഴിഞ്ഞാൽ അവിടുത്തെ
എക്യുപ്പ് ചെയ്തിരിക്കുന്ന സിസ്റ്റം വേറെ ആയിരിക്കും. ചിലപ്പോൾ അറ്റ്മോസ് ആയിരിക്കണമെന്നില്ല, 7.1 ആയിരിക്കും. ഇപ്പോൾ 4MOL ഫോർ എക്സാമ്പിൾ, സ്ക്രീൻ 4 PXL 4K ലേസർ വിത്ത് അറ്റ്മോസ് ഉള്ളത്. സ്ക്രീൻ 3 4K ലേസർ ഉണ്ടെങ്കിൽ പോലും അവിടെ അറ്റ്മോസ് സംവിധാനം ഇല്ല സൗണ്ടിൻ്റെ കാര്യം വരുമ്പോഴേക്കും. ഈവൻ യൂസ് ചെയ്യുന്ന 3D മോഡുലേറ്ററും ഡിഫറൻ്റ് ആണ്. സ്ക്രീൻ 3 ഗെറ്റ് ഡി 3D ആണ്, സ്ക്രീൻ 4 റിയൽ ഡി അൾട്ടിമേറ്റ് ആണ്. ആനയും അംബാനി വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് മാക്സിമം മൂല്യം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ക്രീൻസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ടോ, അല്ലാതെ വെറുതെ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ സവിത സംഗീത, സവിതയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ടർ അല്ല സവിതയിൽ യൂസ് ചെയ്യുന്നത്, സവിതയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ടർ അല്ല സംഗീതയിൽ യൂസ് ചെയ്യുന്നത്. ഭയങ്കര വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇത് ഒറ്റ കോംപ്ലക്സുകൾ വിവിധ തരം തിയേറ്ററിൽ ചാടി കയറി ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന തിയേറ്ററിൽ എന്ത് പ്രൊജക്ഷൻ സിസ്റ്റമാണ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ബുക്ക് മൈ ഷോ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ എന്ത് എററൊക്കെ വന്നിട്ട് മൊത്തം പ്രശ്നമാണ്. പക്ഷേ എൻ്റെ ഊഹം ചെയ്യുകയാണെങ്കിൽ എററൊന്നും അല്ല കാര്യം. പല തിയേറ്ററുകളിലും വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്പെക്സാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ബുക്ക് മൈ ഷോയിലൂടെ ആൾക്കാർ കാണാൻ തുടങ്ങിയപ്പോഴേക്കും എന്നെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് ഇതൊക്കെ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് പ്രശ്നമായി. കാരണം ആൾക്കാർ അപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ഷനിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവർക്ക് ആകെ ഭയങ്കര പ്രശ്നമായി, അയ്യോ ഇത് സീനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എടുത്ത് മാറ്റിയെന്നൊക്കെയാണ് എനിക്കിത് അങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും അവിടെയൊക്കെ കറക്റ്റായിട്ട് PXL ഏതാ, IMAX ഏതാ, IMAX വിത്ത് ലേസർ ഏതാ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ഇത് കാണാണ്ടായി പോകണമെന്നുള്ളത് എനിക്കൊരു വലിയ ഒരു ചോദ്യം തന്നെയാണ്. എനിക്കതിൽ നല്ല ഡൗട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ അതാത് തിയേറ്ററുകൾക്ക് ചിലപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാവും. ചില തിയേറ്ററിൽ വളരെ അടിപൊളിയായിട്ട് വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ വനിത അവരുടെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. കൃത്യമായിട്ട് ഓരോ സ്ക്രീനിനകത്തുള്ള ലുക്ക് എന്താണ്, കൂടാതെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ട് സ്പെക്സ് ഓപ്പണായിട്ട് കാണിച്ചുകൊണ്ട് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഈ തിയേറ്ററുകളൊക്കെ ബഹുമാനിക്കുന്നത്. ഇപ്പോൾ വനിതയിൽ മാത്രമല്ല, വേറെ ഒരുപാട് സ്ക്രീൻസ് ഒക്കെ പുറത്തു വിടാറുണ്ട്. രേവതി സിനിമാക്സ് സ്പെക്സ് പുറത്തു വിടാറുണ്ട്, ഏരീസ് സ്പെക്സ് പുറത്തു വിടാറുണ്ട്. മറ്റു ചില തിയേറ്ററുകൾ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള തൃശ്ശൂരിലെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയേറ്ററാണ് രാഗം തിയേറ്റർ അവരുടെ പ്രൊജക്ഷൻ്റെ സ്പെക്സ് പുറത്തു വിട്ടു, അവരുടെ മറ്റു സ്പെക്സ് എല്ലാം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ഞാൻ അവരുടെ അടുത്ത് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. സ്ക്രീൻ ഇപ്പോൾ പുതിയത് വേറെ വെച്ചിട്ടുണ്ട്, എന്താണ് ആ സ്ക്രീനിൻ്റെ ഡൈമെൻഷൻസ്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒന്ന് നോക്ക്. ഞാൻ ഇവരുടെ പോസ്റ്റുകളുടെ അണ്ടറിൽ ഇങ്ങനെ തുര മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് പറഞ്ഞു തരുന്നില്ല. അതെന്തുകൊണ്ടാണ് സ്ക്രീൻ സൈസ് മാത്രം അവർ പറഞ്ഞു തരാത്തത്? അത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് വേറെയും ചോദിച്ചിട്ടുണ്ട്. ഇവരാർക്കും സ്ക്രീൻ സൈസ് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ ടിക്കറ്റ് പേയിങ് കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ എന്ത് സംവിധാനമാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. എന്നാലല്ലേ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ അവകാശമില്ല അതിൽ എന്ത് സ്പെക്കാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ. എന്നിട്ടല്ലേ നമ്മളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നത്. അതുപോലെ തന്നെയാണ് തിയേറ്ററും. നിങ്ങളൊരു തിയേറ്ററിലേക്ക് ടിക്കറ്റ് സിനിമ എടുക്കുമ്പോൾ സ്പെക്സ് എന്താണെന്നുള്ളത് നോക്കണം. കാരണം നിങ്ങൾ ഇത്രയും പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഔട്ട് ആ തിയേറ്ററിൽ നിന്നും തരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് ഞാൻ പല ആൾക്കാരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ചില എൻ്റെ വായിൽ വേറെ ഭാഷയാണ് വരുന്നത്, ചിലവന്മാർക്കും മനസ്സിലാവുന്നില്ല. ചിലവന്മാർക്ക് ഇപ്പോഴും തിയേറ്ററിൽ പോയിട്ട് കുറേ പോപ്കോണും വാരി തിന്ന് അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി ബാക്കിയുള്ള സിനിമ ആസ്വദിക്കാൻ വരുന്ന, സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് അവിടെ വന്നിട്ട് ബാക്കി എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ആ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ കൂടെ വെറുപ്പിക്കുന്ന കുറേ ടീമുകളുണ്ട്. സിനിമ ഹാൾ ഇസ് നോട്ട് എ ഫുഡ് കോർട്ട്. അവിടെ ഭക്ഷണം കഴിച്ചോളൂ, മറ്റുള്ളവരെ ശല്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കിക്കൊണ്ടല്ല. നിങ്ങളുടെ ഈ പോപ്കോൺ തീറ്റ കാരണം ഈ മൾട്ടിപ്ലക്സുകൾ പോപ്കോൺ ഓവർ പ്രൈസ്ഡ് ആയിട്ട് വിറ്റ് വെറും 30 രൂപ 50 രൂപ കിട്ടുന്ന പോപ്കോണാണ് ഇപ്പോൾ 300 രൂപക്ക് മനുഷ്യന് വിശന്നാൽ പോലും മേടിക്കാൻ വേറെ വകയില്ലാത്ത അവസ്ഥയത്. ഒരിടക്ക് PVRൽ 10 രൂപക്ക് കപ്പൽ ഡി ഇട്ടുമായിരുന്നു. ഇപ്പോൾ ആ കപ്പൽ ഡി എവിടെ? ഇപ്പോൾ എവിടെ? അത് ജന്മം ചെയ്തപ്പോൾ ചോദിച്ചാൽ കിട്ടൂല. ഈവൻ 99 ഓഫേഴ്സ് പല നല്ല സിനിമകൾ ഇറങ്ങുന്ന ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ബ്രെഡില്ല, ബണ്ണില്ല, മറ്റേ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. ഒരു തവണ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പെപ്സി തരാനുള്ള ഗ്ലാസ് ഇല്ലെന്ന് കോംബോ ഓഫറിൽ. ചില ദിവസങ്ങളിൽ കിട്ടും.
പക്ഷേ ചില ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് വരുമ്പോൾ ഇവരുടെ വൻ മുതലെടുപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഓഫർ കിട്ടത്തില്ല. മൺഡേ ടു തേഴ്സ്ഡേ ഓഫർ ഉണ്ടെന്ന് പറയും. തേഴ്സ്ഡേ ആയിരിക്കും ചിലപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു മലയാളം പടം റിലീസാണ്. എല്ലാവരും കൂടെ അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ ദിവസവും ഓഫർ കാണത്തില്ല. 99 റുപ്പീസിന് ഓഫർ വയ്ക്കുമ്പോൾ ഗ്ലാസ് ഇല്ല, കപ്പില്ല, ബ്രെഡില്ല. കാരണം ഈ 99 ഓഫർ കൊടുത്തില്ലെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എപ്പോഴും ദാഹിക്കുന്നവർ പെപ്സി മേടിക്കുമ്പോൾ 300 രൂപക്കും 220 രൂപക്കൊക്കെ പെപ്സി മേടിക്കേണ്ട അവസ്ഥയാണ് ഉൺസ് അനുസരിച്ചിട്ട്. അതേസമയം 99 റുപ്പീസിന് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല വലിയ പീസായിട്ടുള്ള ഒരു വെജ് സാൻഡ്വിച്ചും ഒരു 350 ml ഉള്ള പെപ്സിയും കിട്ടുന്നതാണ്, ഐസ് ഇല്ലാതെ. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അതും PVRൻ്റെ കോട്ടക്കിൻ്റെ കാർഡാണെങ്കിൽ അത് 79 രൂപ കിട്ടും ഓഫറിൽ. ഈവൻ കാർഡ് ഓഫറിൻ്റെ കേസ് തന്നെ ഞാൻ പറഞ്ഞത്, എനിക്കുണ്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ തുറന്ന് പറയണത്. പലപ്പോഴും കാർഡ് പേ ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവന്മാർ പറയും അയ്യോ ഓഫർ കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ഓഫർ കിട്ടണം, കാരണം ഇത് അൺലിമിറ്റഡ് ആണ്. എന്നിട്ട് ഇവന്മാർ ഈ കിടന്ന് ഉരുണ്ട് കളിച്ച് എന്നോട് പറയും അല്ല ഇത് ഓഫർ ഇല്ല മറ്റേ മറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ PVRൻ്റെ കോട്ടക്കിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന കാർഡ് ഉപയോഗിച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര തവണ വേണമെങ്കിലും 20% ഫ്ലാറ്റ് ഓഫർ കിട്ടും. അതിന് ലിമിറ്റൊന്നുമില്ല. എത്ര വില കൂടിയ സാധനം മേടിച്ചാലും അതിൻ്റെ കറക്റ്റ് 20% ഓഫ് കിട്ടും. ഇവന്മാർ പറയും ഈ മെഷീനിൽ വർക്ക് ചെയ്യില്ല, അതിൽ വർക്ക് ചെയ്യില്ല, ഇതിൽ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈവൻ എനിക്കുണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഞാൻ ചെന്നിട്ട് കാർഡ് ടാപ്പ് ചെയ്തു. ഓഫർ വരുമ്പോഴേക്കും ഈ പിന്നടിച്ച് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഓഫർ കാണിക്കുന്നത്, എത്ര രൂപയാണ് ഡെബിറ്റ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അത് പിന്നടിച്ച് കഴിയുമ്പോൾ, പണ്ടൊക്കെ അതിന് മുന്നേ കാണിക്കുമായിരുന്നു, അപ്പോൾ പിന്നടിച്ച് കഴിയുമ്പോഴാണ് കാണിക്കണം. അപ്പോൾ ഒരു ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുക്കാതെ ക്യാൻസൽ കൊടുത്താൽ നമുക്ക് ഓഫർ കിട്ടില്ല. എൻ്റെ മുന്നിൽ വെച്ചിട്ട് ക്യാൻസൽ ആക്കാൻ പോയിട്ട് ഞാൻ ആ മെഷീൻ എടുത്ത് മേടിച്ചിട്ട് ഞാൻ ഓക്കെ നോക്കി, ആ ഓഫർ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതെന്താ ഇവർ ചെയ്യണമെന്നുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഏതൊരു സാധനം എടുത്ത് നോക്കിയാലും അവിടെ എത്ര റവന്യൂ ഉണ്ടാക്കി എന്നുള്ള അനുസരിച്ചിട്ട് ഈ പറഞ്ഞ റവന്യൂ കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾക്ക് അവിടുത്തെ സ്റ്റാഫിനോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർക്കോ ഒക്കെ എക്സ്ട്രാ ബോണസ് കിട്ടും. അപ്പോൾ ഈ എക്സ്ട്രാ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് കളയും. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയണത്. ഏത് സ്ഥലമൊന്നും ഞാൻ പറയാനുള്ള കയ്യോടെ പിടിച്ച കാര്യമാണ്. ഇനി ഇങ്ങനെ ചെയ്താൽ ഞാൻ ഏത് സ്ഥലമാണ് ചെയ്യുന്നവനെ വിത്ത് വീഡിയോയിൽ ഞാൻ എടുത്ത് കൊണ്ടുവിടും, ഉറപ്പായിട്ട് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഈ അടുത്ത് ഞാൻ പോയി കണ്ടിട്ട് എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു സിനിമ കാണാൻ വേണ്ടി ഞാൻ പോയതാണ്. ഏത് സ്ഥലമെന്ന് ഞാൻ പറയാനുള്ള അതേ സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവം ഞാൻ കയ്യോടെ പിടിച്ചതാണ്. 2 കോഫി ആയിരുന്നു. അതെ, അപ്പോൾ എനിക്ക് കോഫി വേണ്ടാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സാണ് അത് മേടിച്ചത്. എൻ്റെ കാർഡ് യൂസ് ചെയ്താണ് പേ ചെയ്തപ്പോഴേക്കും ഫുൾ എമൗണ്ട് എടുത്ത്. അപ്പം ഞാൻ ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു ഇതെന്താണ് ഫുൾ എമൗണ്ട് എടുത്തത്? ഫുൾ എമൗണ്ട് എടുക്കാൻ പാടില്ല, കാരണം എൻ്റെ കാർഡ് വെച്ച് പേ ചെയ്താൽ 20% ഓഫ് കിട്ടും. ഇത്ര പറഞ്ഞിട്ട് ഇവർ കുറേ ഉരുണ്ട് കളിച്ച്. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എനിക്ക് ഓഫർ വേണം, എനിക്ക് ആ സാധനം എൻ്റെ ആ പൈസ എനിക്ക് തിരിച്ച് കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് അവസാനം അവർ പറഞ്ഞു അയ്യോ സാർ റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് 35 രൂപ 5 സ്റ്റാർ കൊണ്ടുവന്ന് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടേണ്ട ഓഫർ അനുസരിച്ചിട്ട് 72 രൂപയാണ് എനിക്ക് കിട്ടാനുള്ളത്, 35 രൂപയുടെ 5 സ്റ്റാർ തന്നാൽ മതിയാവില്ല, എനിക്ക് 5 സ്റ്റാർ വേണ്ട, എനിക്ക് പൈസ തന്നെ വേണമെന്ന് പറഞ്ഞു. അവസാനം നിവർത്തി കെട്ട് ഞാൻ ഇട്ട് നടത്തിപ്പിച്ച് കുറച്ച് നേരം. അവസാനം ഇവൻ പൈസ ആയിട്ട് കൊണ്ടുവന്ന് എനിക്ക് തന്നു. എൻ്റെ കയ്യിൽ പൈസ ഇട്ട്, അതും 70 രൂപ തന്നത്. 2 രൂപ ചേഞ്ച് ഇല്ലാതെ ഞാൻ പറഞ്ഞു ഉണ്ടായി തിങ്ങെന്നും പറഞ്ഞ് 70 രൂപ ഞാൻ എടുത്തത്. ഇതാണ് അവസ്ഥ. ഇത് ഇങ്ങനെ നടക്കുന്നത്. ഇതൊന്നും PVRൻ്റെ ഹെഡ് ഓഫീസിലുള്ളവരോ അല്ലെങ്കിൽ ഇനോക്സിൻ്റെ ഹെഡ് ഓഫീസിലുള്ളവരോ ഇവരാരും ഇത് അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ മുംബൈയിൽ ഞാൻ 5 ദിവസം നിൽക്കാൻ പോയിട്ട് അവിടെ ഓപ്പൺ ഹൈമർ കാണാൻ വേണ്ടി ഞാൻ പോയതാണ് മെയിനായിട്ട്. അതും PVRൻ്റെ തന്നെ ഒരു മികച്ച തിയേറ്ററിലാണ് പോയത്. അവിടെയൊക്കെ ഉണ്ടല്ലോ ഓഫർ ഇങ്ങോട്ടാണ് പറയുന്നത്. ഇപ്പോൾ 350 രൂപയുടെ വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഓഫറിലും അതേ 350 ml 300 രൂപ അല്ലെങ്കിൽ എത്ര രൂപയുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ഓഫർ കിട്ടുമെങ്കിൽ അവരെന്ത് പറയുന്നത് സാർ ആ മറ്റേത് എടുക്കണ്ട, റെഗുലർ എടുക്കണ്ട, ഈ ഓഫർ എടുക്കൂ, ഇതിൽ തന്നെ ഈ പറഞ്ഞ ഇത്രയും ml പെപ്സിയും കൂടെ കഴിക്കാനും കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് ആ ഓഫർ സെല് ചെയ്യാൻ നോക്കും. അതാണ് സർവീസ്, അതാണ് ഒരു പ്രോപ്പർ സർവീസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതൊന്നുമല്ല കിട്ടുന്നത്. ഞാൻ ഇത്രയൊക്കെ ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ ഓവർ പ്രൈസ്ഡ് ഈ പറഞ്ഞ ഫുഡ്സൊക്കെ കൂടാണ്ട് ഇപ്പോൾ ഇവന്മാർ ഇതേ ഓവർ പ്രൈസ്ഡ് ടിക്കറ്റ്സുമായി കട്ടയ്ക്ക് ഓവർ പ്രൈസ്ഡ് ടിക്കറ്റ്സ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഈ ഒരു പേക്കൂത്ത് നടക്കുന്നതിനൊക്കെ മുന്നേ വരെ 1000 രൂപ ഉണ്ടെങ്കിൽ 2-3 പേർക്ക് സിനിമ കാണാം. സാധാരണ നല്ല അടിപൊളി തിയേറ്റർ വിത്ത് 4K ലേസർ ആൻഡ് അറ്റ്മോസ് ഉള്ള വനിത പോലെയുള്ള മറ്റുള്ള ഒരുപാട് തിയേറ്റർ, ഐസക് മറിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് തിയേറ്റർ ഇവിടെ ഉണ്ടല്ലോ. ഈ പറഞ്ഞ തിയേറ്ററുകളൊക്കെ 1000 രൂപ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് സിനിമ കാണാം? 190 തൊട്ട് 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അത് ഇപ്പം ആക്കിയത്, നേരത്തെ എത്രയും ഉണ്ടായിരുന്നില്ല. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പ്രൈസ് മേടിക്കണമെന്ന് ആലോചിക്കണം. ഈ പറഞ്ഞ പ്രൈസിന് എത്ര പേർക്ക് സിനിമ കാണാം? 200 രൂപ ഇതാ 5 പേർക്ക് 1000 രൂപയ്ക്ക് സിനിമ കാണാം. 5 പേർക്ക് പോപ്കോൺ 60 രൂപ. ഞാൻ എന്തെങ്കിലും റേറ്റാണ് പറയണത്. സിനിമാസിൽ പോയാൽ 30 രൂപയ്ക്ക് അടിപൊളി ഫ്രെയിംസ് പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടും.
അതുപോലെ എന്തോരം ഞാൻ ഇഷ്ടംപോലെ തിയേറ്റേഴ്സിന് ഞാൻ പറഞ്ഞുതരാം. ഇഷ്ടംപോലെ ഐസക് മറിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര കിടിലൻ തിയേറ്ററാണ്. അതൊക്കെ കിടിലൻ തിയേറ്റർ VB സിനിമാസ്. ഞാൻ വീണ്ടും പറയണം, ഈ മൾട്ടിപ്ലക്സുകാർ നമ്മളെ മുതലെടുത്ത് ഇത്ര എക്സോർബിറ്റൻറ്റ് ടിക്കറ്റ് പ്രൈസിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു എമ്പുരാൻ്റെ ഒരു ടിക്കറ്റിനാണ് ഈ പറയുന്ന 900 രൂപ. ഇത് ഹൈദരാബാദിൽ നടക്കില്ലല്ലോ, ഇത് തമിഴ്നാട്ടിൽ നടക്കില്ല. കാരണം എന്താ, അവിടുത്തെ ഗവൺമെൻറ് ഇടപെടും ഇതിനകത്ത്. ഈ പരിപാടി നടത്തിക്കില്ല അവിടെ പ്രൈസ് ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈവൻ കർണാടക ഗവൺമെൻറ്, കർണാടക ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ പേക്കൂത്ത് ഇനി നടക്കത്തില്ല എന്നുള്ളത്. അവിടെ 200 രൂപയാണ് ഇപ്പോൾ പ്രൈസ് ക്യാപ്പ് ആക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ചില സിനിമകൾക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ്. മാക്സിമം 508 രൂപ വരെ വാങ്ങാൻ പാടുള്ളൂ. അത് IMAX പോലെയുള്ള PLF-ലും നമ്മുടെ എപ്പിക് സ്ക്രീൻസിലൊക്കെ മാത്രമാണ്. ബാക്കിയുള്ളിടത്ത് 230 രൂപ എന്താണ് പ്രൈസ് ക്യാപ്പ്. അതിൻ്റെ മുകളിലേക്ക് മേടിക്കാൻ പാടില്ല, റൂളുണ്ട്. അതുപോലെ ഹൈദരാബാദിലും എനിക്കൊന്ന് പുഷ്പ 2-ന് മാത്രമാണ് കുറച്ച് ലീനിയൻസി കിട്ടിയത്. അതിനും ലിമിറ്റ് ഉണ്ടായിരുന്നു, വളരെ ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇത്ര പൈസയ്ക്ക് കൂടുതൽ വാങ്ങാൻ പാടില്ല എന്നുള്ള ലിമിറ്റ് അതിനും വരെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തിയേറ്റർ എന്നറിയപ്പെടുന്ന പ്രസാദ് സിനിമാസിൽ പോലും 289 രൂപ 290 രൂപയ്ക്കുള്ള പ്രൈസിന് ടിക്കറ്റിന്. അത് ഡ്യുവൽ ലേസർ ബാർകോഡ് കിട്ടാന്നതിൽ വെച്ച് വേറെ ലെവൽ പ്രൊജക്ടർ ആണ് അവർ യൂസ് ചെയ്യണത്. 60L എന്ന് പറഞ്ഞ പ്രൊജക്ടർ 60,000 ലൂമൻസ്. ഇനി അമ്മാതിരി കിടിലൻ പ്രൊജക്ടറും വേറെ ലെവല് സംവിധാനങ്ങളും 106 അടി സ്ക്രീനും വെച്ചിട്ടാണ് അവർ 200 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ഗവൺമെൻറ്റും ആ തിയേറ്റർ മാനേജ്മെൻറ്റും കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരോട്, ജനങ്ങളോട് കൂറും നന്ദിയും സ്നേഹമുള്ളതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ബാധകമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊച്ചിയിലെ എസ്പെഷ്യലി ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ സിനിമ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണ്. എന്നിട്ട് കാണിക്കണം കാട്ടയം കാണിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തൃശ്ശൂരുള്ളവരും നിങ്ങൾ കണ്ണൂരുള്ളവരൊക്കെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ മൾട്ടിപ്ലക്സ് അങ്ങോട്ട് വന്ന് നിങ്ങളെ വിഴുങ്ങിയിട്ടില്ല. വിഴുങ്ങാൻ പോകുന്നത് എളിഞ്ഞൊക്കെ വരുമ്പോഴേക്കും. അതും തൃശ്ശൂരിൻ്റെ കാര്യം പറയണ്ടല്ലേ. ഇനോക്സ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ജീവിതത്തിൽ പോയിട്ടുള്ള ഏറ്റവും കച്ചറ ഇനോക്സാണെന്ന് ഞാൻ പറയാം. ഏറ്റവും മോശം, വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ അത്രയും മോശമായിട്ട് ഇനോക്സ് ഇന്ത്യയിൽ വേറെ പോയിട്ടുണ്ടാവില്ല. അതേസമയം തൃശ്ശൂരുള്ള മറ്റുള്ള തിയേറ്റർ എടുത്ത് നോക്കിയേ, ഗംഭീര തിയേറ്ററുകൾ വിത്ത് കിടിലൻ സംവിധാനങ്ങൾ. എന്തുവാണ് ഇത് ഒരു 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 തിയേറ്റർ സിനിമ ആസ്വാദകൻ്റെ രോദനം എന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണക്കാക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ എത്ര ഓവർ പ്രൈസ്ഡ് ആയിട്ട് എന്ത് തീട്ടം കൊടുത്താലും വാങ്ങാൻ ആളുണ്ട്. ലിറ്ററലി തീട്ടം കൊടുത്താൽ വാങ്ങാൻ ആളുണ്ട്. കണ്ട മരപ്പട്ടികൾ തൂറി ഉണ്ടാക്കുന്ന കോഫി 1000 ഇത്ര രൂപ കൊടുത്തിട്ട് ഒരു കപ്പ് കോഫി 1000 ഇത്ര രൂപ കുടിക്കാൻ ആളുള്ളൊരു നാടാണ്. എന്ത് പറയാൻ പറ്റും അതിനകത്ത്? അത് എന്ത് ഔഷധമാണെങ്കിലും തീട്ടം തന്നെയല്ലേ, തീട്ടത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമല്ലേ. അതിന് ഇത്രയും പൈസ കൊടുത്ത് ഇതേ സാധനം ഇന്തോനേഷ്യ പോയി കഴിഞ്ഞാൽ നിസാര പൈസക്ക് കിട്ടും. അതാ രസം. ഇത് വരുന്ന അവിടെ നിന്നാണ്, നിസാര പൈസക്ക്. അതിൻ്റെ ഒരു 4 പോലും അല്ല, എനിക്കൊന്ന് 10 പൈസക്കെങ്കിലും ചിലപ്പോൾ കിട്ടണം. അത്രയും പൈസ കുറവാണ് ഈ സാധനത്തിന്. അതുപോലെ ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ത് വന്നാലും ഈവൻ എത്ര 3000 രൂപ 5000 രൂപയുടെ ബോഞ്ചി വെള്ളം നാരങ്ങ വെള്ളം കൊടുത്താലും അത് പോയി കുടിക്കാൻ കുറേ മണ്ടന്മാരുണ്ട്. എന്ത് കഷ്ടം. ഇത് കാരണം അഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാർക്കാണ്. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയി ശീലിപ്പിച്ച് ഇതൊരു സ്റ്റാൻഡേർഡ് ഓവർ പ്രൈസ്ഡ് സീനിലേക്ക് എത്തും. അപ്പോൾ കുറേ കൊണച്ച മാനേജ്മെൻറ്റ് പഠിച്ച ടീമുകൾ ഇപ്പോൾ വരും. ഡിമാൻഡ് ഇൻക്രീസസ്, പ്രൈസ് ഇൻക്രീസസ്. എൻ്റെ അണ്ണാക്കിൽ നീയൊക്കെ കൂടെ ഉണ്ടാക്കി ഇപ്പം മനുഷ്യന് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അവൻ്റെ ഒട്ടുക്കത്തെ ഡിമാൻഡും കോണയും. ഒരു മര്യാദ ഇല്ലേടേ, ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഒരു ഇൻഡിവിജ്വൽ ഒരു തിയേറ്റർ ഗ്രൂപ്പ് വന്നിട്ട് ഒരു ഐമാക്സോ അല്ലെങ്കിൽ വേറെ സാധനം തുടങ്ങാം. എന്നാലേ ജനങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ഒരു സാധനം കിട്ടുള്ളൂ. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിൽ പോയതുകൊണ്ടാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഏറ്റി നടത്തുന്ന തിയേറ്റർ ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ് പൂർണ്ണമായിട്ട് കുറ്റം പറയില്ല. ട്രിവാൻഡ്രം എടുത്ത് നോക്ക്, കൈരളി നിലാശ്രീ 4K ലേസർ വിത്ത് അറ്റ്മോസ് ഗവൺമെൻറ്റിൻ്റെ തിയേറ്ററാണ്.
IFK നടക്കുന്ന തിയേറ്റർ. അത് അവിടെ ചെയ്യാമെങ്കിൽ കേരളം എമ്പാടും ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് KSFDC എന്താണ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് തന്നെ, ഇവർ ഒന്ന് തിയേറ്റർ എല്ലായിടത്തും പണിതാൽ തീരാവുന്ന ഈ പറഞ്ഞ പരിപാടികളുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്താ പൈസ ഇല്ലേ? സിമ്പിളായിട്ട് ഒരു കൊല്ലം എത്ര കോടി രൂപ വെറുതെ കളയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊരു IMAX തുടങ്ങി ഒന്ന് ഏറ്റെടുത്ത് ചെയ്ത് നോക്കിയാൽ നിസാര പൈസക്ക് ടിക്കറ്റും കൊടുക്കുക. ഈ പറഞ്ഞ ഇവന്മാരുടെ ഈ മൾട്ടിപ്ലക്സ് ടീമുകളുടെ മുതലെടുക്കൽ സഹിക്കേണ്ട ആവശ്യവും വരില്ല. ജനങ്ങളാണെങ്കിൽ ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ മര്യാദക്ക് നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളൂ. മര്യാദക്ക് നടത്തിക്കൊണ്ട് പോകുന്നൊരു തിയേറ്റർ ആയതുകൊണ്ടാണ് ഞാൻ കൈരളി നീലാശ്രീയെ പറ്റി പറയുന്നത്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് അറിയാം ഗിഡിലെ തിയേറ്റർ ആണെന്നുള്ള കാര്യത്തിൽ. അവിടുത്തെ ടിക്കറ്റ് പ്രൈസ് നോക്കിയോ, അത് ഇപ്പം തന്നെ നോക്കാം. എന്താണ് ഗവൺമെൻറ് തിയേറ്റർ ബുക്ക് മൈ ഷോയിൽ ഉണ്ടാകുന്ന അറിയില്ല, നോക്കട്ടെ. കൈരളി നീലാശ്രീ കേട്ടോ, ടിക്കറ്റ് പ്രൈസ് എത്ര എന്ന് പറഞ്ഞുതരാം. 125 രൂപ. 125 രൂപ. ഇതാണ് ഗവൺമെൻറ് ഒരു നല്ല തിയേറ്റർ തുടങ്ങിയുള്ള ഗുണം. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ ആർ ബ്ലെസ്ഡ് വിത്ത് എ ലോട്ട് ഓഫ് ഗുഡ് തിയേറ്റേഴ്സ് അറ്റ് ആൻ അഫോർഡബിൾ പ്രൈസ്. അതുകൊണ്ടാണ് അവർ IMAXൽ വലിയ വില കൽപ്പിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് നേരത്തെ മനസ്സിലായ കാര്യമുള്ളൂ. ഞാൻ എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും പറയും, ഇവിടെ ഏരീസ് പോയിട്ട് ഗംഭീര തിയേറ്ററുള്ള നാട്ടിൽ നിങ്ങൾ വേറൊരു ഓപ്ഷനെ നോക്കണം. എന്തിനാ? അഥവാ ഏരീസിൽ ഫുള്ളായ നേരെ വണ്ടി എടുത്ത് ആ കൈരളി നീലാശ്രീയിലേക്ക് പോകും. 125 രൂപയുടെ ഏരീസിൻ്റെ പ്രൈസ് എന്താണെന്ന് നോക്കട്ടെ. ഏരീസ് ഫുൾ സോൾഡ് ഔട്ടാണ്. അവരാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ഇല്ല. അവർക്ക് ഈ ബുക്ക് മൈ ഷോയിലെ പിക്ചർ പെർഫെക്റ്റ് ഒക്കെ വെറുത്തിട്ടാണെന്നുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാതെ നേരെ ഇവർ മറ്റേ ടിക്കറ്റ് ന്യൂലാണുള്ളത്. പിന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ട്രിവാൻഡ്രം കൊടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ കിടക്കണതാണ്. ഞാനിങ്ങനെ രാഗത്തിൻ്റെ പ്രൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററാണ് ഏരീസ് OD1 കാരിപ്പള്ളിയിലുള്ള രേവതി സിനിമാക്സ്. OD1 ആണെങ്കിൽ ഫുള്ള് ഹൗസ്ഫുള്ളാണ്. പണ്ടാരം അതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. ഇത് ആർക്കെങ്കിലും ഇറങ്ങിയാൽ മതി പറയാം ടിക്കറ്റ് പ്രൈസ് എന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ സോഫയ്ക്ക് 440 സംതിങ് ആയിരിക്കും, 400 സംതിങ് ആയിരിക്കും. സാധാരണ ടിക്കറ്റിന് വില 200 രൂപ താഴെയായിരിക്കും മിക്കവാറും. 200 രൂപ താഴെയായിരിക്കും, കൂടിപ്പോയി 200-250 രൂപ. അവിടുത്തെ മേജർ സീറ്റ്സിനെല്ലാം 200 രൂപ താഴെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും എനിക്കിത് ഫോണിൽ ചറ കോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. അത്രയും ഓവർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൊറിബിളി ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ടിക്കറ്റ്സ് എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം, കഴുത്തറപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അതിന് കറക്റ്റ് എക്സാമ്പിൾ. ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടൂല. ആസ് എ റെസ്പോൺസിബിൾ ക്രിയേറ്റർ എനിക്കിതിവിടെ പറഞ്ഞേ പറ്റുള്ളൂ. ആസ് എ കസ്റ്റമർ ദിസ് ഇസ് നത്തിങ് ബട്ട് ലൂട്ടിങ് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഇതിനും ഭേദം വല്ല കക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ട് പറയണത്. വല പിടിച്ചു പറിച്ചാൽ ഇതിനും അന്തസ്സ് ഉണ്ടാവുമെന്നാണ് എനിക്ക് ഫീൽ ആവണം. അത് മാത്രമല്ല, ടു ദ ക്രിയേറ്റേഴ്സ് ഓഫ് എമ്പുരാൻ ഇൻക്ലൂഡിങ് പൃഥ്വിരാജ്, ലാലേട്ടൻ, നിങ്ങളിത് കാണുന്നില്ലേ? ഈ ഒരു ലൂട്ടിങ് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഇത്രത്തോളം വളർത്തി ഈ ലെവലിൽ എത്തിച്ച ആൾക്കാർക്ക് ഇട്ട് ഇമ്മാരി പണി കൊടുക്കണം നിങ്ങൾ കാണുന്നില്ലേ? എന്താണെന്നേ, ഭയങ്കര കഷ്ടമാണ് ബ്രോ. പൃഥ്വിരാജ്, മൈ ബ്രദർ, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, 900 rupees ഫോർ യുവർ മൂവി. എന്ത് സാധാരണക്കാർക്ക് കാണണ്ടേ സിനിമ? നിങ്ങളുടെ അവർക്കെന്താ IMAXിൽ കാണുമെന്ന് ആഗ്രഹമില്ലേ? അല്ലെങ്കിൽ അവർക്കെന്താ PXL കാണുമെന്ന് ആഗ്രഹമില്ലേ? എന്തും ആയിക്കോട്ടെ, ബ്ലാക്ക് ബാർ തേങ്ങ മാങ്ങയുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇത്ര ഒരു ഗംഭീര പടം ഈ പറഞ്ഞ തിയേറ്ററിൽ വരുമ്പോഴേക്കും നിങ്ങളുടെ പടം ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ ഉൾപ്പെടെ ലൂസിഫർ 3 തവണ തിയേറ്ററിൽ കണ്ടത്. 3 തവണ. അന്നൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ കൊറോണയ്ക്ക് ശേഷം കിടന്ന് കാണിക്കുന്നത്. ഭയങ്കര കഷ്ടമുണ്ട്. എത്ര നാളായി വെയിറ്റ് ചെയ്തിട്ടാണ് ലാലേട്ടൻ്റെ ഒരു നല്ല പടം കാണാൻ വേണ്ടി ആൾക്കാർ കിടന്ന് മരിക്കണത്. അവരോട് ഈ കാണിക്കുന്ന അക്രമം നിങ്ങൾ കാണുന്നില്ലേ? ലാലേട്ട പ്ലീസ് ഒന്ന് ഇടപെടും. എന്ത് പ്രൈസിങ് ആണിത്? ശോകം തന്നെ, ഭയങ്കര ശോകം. ആസ് എ ഫാൻ, ആസ് എ കോൺസ്റ്റൻറ്റ് സപ്പോർട്ടർ ഓഫ് യുവർ ഗ്രേറ്റ് മൂവീസ്, ഞാൻ തന്നെ കഴിഞ്ഞ പോലെ 203 പടോളം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. 203 സിനിമ. പക്ഷെ എന്നിട്ട് ഞാൻ പറയുന്നതാണ്, ഇഫ് ദ തിയേറ്റർ ഇസ് വേർതി ഓഫ് ദാറ്റ് പ്രൈസിങ്, ഓക്കെ. ഈവൻ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നിങ്ങൾ സിഡ്നി IMAX, വേൾഡിലെ തന്നെ ഏറ്റവും നല്ല തിയേറ്ററുകളിലൊന്ന്, മെൽബൺ IMAX, ലോകത്തെ ഏറ്റവും ഗംഭീര തിയേറ്റർ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന IMAX, BFI IMAX, അവിടുത്തെ ടിക്കറ്റ് റേറ്റ് കൺവേർട്ട് ചെയ്യുക ഈ പൈസ ഉണ്ടാവില്ലാടേ. എന്താണിത്? ശോകം തന്നെ. ഞാനത് പറയുന്നത് എന്ത് ആസ്പെക്റ്റിലാണ് കൂടെ കാണണം. അവിടുത്തെ വരുമാനം എല്ലാം കണക്കാക്കിയിട്ട് പറയണം. അവിടുത്തെ പ്രൈസിങ് നിങ്ങൾ നോക്ക്. ഒരു ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത്. 1 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ 900 രൂപ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ അവിടുത്തെ
കറൻസി വാല്യൂ വെച്ച് നിങ്ങൾ നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് എക്സോർബിറ്റൻറ്റ് ആൻഡ് പ്യുവർ ലൂട്ടിങ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. 900 rupees ലൈക്ക് പെത്തറ്റിക് മാൻ, പെത്തറ്റിക്. ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്. സാഡ്ലി ഫോർ അത് അവതാർ ആൻഡ് ഓപ്പൺഹൈമർ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിലാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഇത് മലയാളത്തിൽ അതിനൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓപ്പൺഹൈമർ കേസ് പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഷോട്ട് വിത്ത് OG IMAX ഫിലിം ക്യാമറ യൂസിങ് 15:70 പെർഫറേഷൻസ് ഫിലിം, ഒറിജിനൽ IMAX ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തത്. അതും അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളുടെ തല പോക്കുന്നില്ല. എന്തായാലും ഞാൻ പറയാണ്, എടേ 900 rupees നിങ്ങൾ പറ 900 rupees ഫോർ 1 ticket. അത് എന്ത് പണ്ടാരം പിടിച്ച സിനിമ ആയിക്കോട്ടെ. ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് ടു മച്ച്? അതൊന്ന് പറ. അത്ര എനിക്ക് പറയാനുള്ളത്. കൊണക്കൊണാന്നും പറഞ്ഞ് ചിലവന്മാർ വന്ന പൊന്നു മോനെ, ഇന്ന് ഞാൻ നല്ല തിളപ്പിലാണ് ഇരിക്കുന്നത്. നിനക്കൊക്കെ വാ നിറച്ച് കിട്ടും. അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ശരി, ബൈ ബൈ.